കുവൈറ്റിലെ തീപിടുത്തത്തിൽ 11 മലയാളികൾ ഉൾപ്പെടെ 21 ഇന്ത്യക്കാർ മരിച്ചു. മലയാളികളിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. കൊല്ലം ശൂരനാട് ആനയടി സ്വദേശി ഉമറുദ്ദീൻ ഷമീർ, പന്തളം സ്വദേശി ആകാശ് ശശിധരൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കുവൈറ്റിൽ ആകാശ് എസ് നായർ പന്തളം മുടിയൂർക്കോണം സ്വദേശിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ഇപ്പോൾ പന്തളത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജു, നിലവിൽ ഈ മരിച്ച ആകാശിനെ കുറിച്ചുള്ള ആകാശ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചോ? എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? സിജു, ഇപ്പോൾ നമ്മൾ ആകാശിൻ്റെ വീടിൻ്റെ സമീപത്താണുള്ളത്. സ്ഥലം വാർഡ് മെമ്പർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ചേച്ചി ഒന്ന് പറയും. ഞങ്ങൾ ശരിക്കും ഈ സംഭവം ഒരു 12:30 അറിഞ്ഞിരുന്നു. അപ്പോൾ മിസ്സിംഗ് ആണെന്നാണ് അറിഞ്ഞത്. പക്ഷേ കൺഫേം ചെയ്യാൻ വേണ്ടി കുറേ സമയം വൈകി. 3:30-4 മണിയായപ്പോഴാണ് ഈ പയ്യനാണെന്ന് ഞങ്ങൾ കൺഫേം ചെയ്തത്. ഏകദേശം 8 വർഷത്തോളമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ ഓഗസ്റ്റ് മാസം നാട്ടിലേക്ക് ലീവിന് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അച്ഛന് ഈ പയ്യൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. അമ്മ നമ്മുടെ പന്തളം മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നു. ഒരു സഹോദരിയുണ്ട്. സഹോദരി വിവാഹിതയാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയാം അവിടുത്തെ അപകടത്തെപ്പറ്റിയോ അല്ലെങ്കിൽ മറ്റു? അപകടത്തെപ്പറ്റി കൂടുതലായിട്ട് ഇതുവരെയും ഒന്നും അറിവായിട്ടില്ല. നമ്മുടെ അടുത്തുള്ള ഒരു പയ്യന് ഇത് എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് അധികാരികൾ ബന്ധപ്പെട്ടത് എങ്ങനെയാണ് അറിയാൻ കൺഫേം ചെയ്തത്? ഒരു കൂട്ടുകാരനാണ് നമ്മളെ ഇത് വിളിച്ചറിയിച്ചത്. പിന്നെ ചാനലിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. ഫോട്ടോ സഹിതം എംബസി മുഖേന പാസ്പോർട്ടിൻ്റെ ഫോട്ടോയാണ് നമുക്ക് നാട്ടിലേക്ക് കിട്ടിയത്. 8 വർഷമായിട്ട് അവന് 8 വർഷമായിട്ട് അവിടെ കുവൈറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ് എൻ്റെ മകന് ദുബൈയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവന് ഇപ്പം നാട്ടിലുണ്ട്. അവന് ഇവിടെ അടുത്തുള്ള അവൻ്റെ ഒരു സുഹൃത്ത് കുവൈറ്റിലുണ്ട്. അവനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അവനുമായിട്ട് സംസാരിച്ച് അവർ നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ലാസ്റ്റിൽ ഒരു 2 മണിക്ക് നമുക്ക് ഇൻഫോം ചെയ്യുകയാണ് ഇങ്ങനെ ഹോസ്പിറ്റലുണ്ടെന്ന്, മുബാറക്ക് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുണ്ടെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ പോയിട്ട് തിരക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായൊരു സംഭവം അവന് സംഭവിച്ചെന്നറിഞ്ഞു. അവധിക്കിടയ്ക്ക് വന്നിരുന്നത് ഒരു 1.25 വർഷത്തിന് മുമ്പ് അവന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓണത്തിന് വരാനിരുന്ന വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ അമ്പലങ്ങളെല്ലാം പോയിട്ട് ഒരു ഭഗവാന്മാരും അവരെ രക്ഷിച്ചില്ല. സത്യം, ഒരു ദൈവങ്ങളും അവരെ രക്ഷിച്ചില്ല. അവരുടെ ഒരാശ്രയം അവൻ മാത്രമായിരുന്നു. വേറെ ആരും രക്ഷിച്ചില്ല. സത്യമാണ്. വളരെ വിഷമകരമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് ആകാശിൻ്റെ വീട് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ചേട്ടൻ? ഞാൻ അവൻ്റെ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ്. നമ്മൾ സംസാരിച്ചത് ആകാശിൻ്റെ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ എത്രത്തോളം ആ കുടുംബം വളരെ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അമ്മ അകത്തുണ്ട്. വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയും ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കടന്നു പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് മരണപ്പെട്ട വിവരം ഇവർക്കൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്ന. ആദ്യം ആശുപത്രിയിലാണെന്ന വിവരമായിരുന്നു വന്നത്. അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ആകാശ് 8 വർഷമായി കുവൈറ്റിലായിരുന്നു. ഒരു 1.5 വർഷം മുമ്പ് നാട്ടിൽ എത്തിയിരുന്നു. അതിനുശേഷം തിരികെ പോകുകയായിരുന്നു. വീടുമായി തന്നെ അടുത്ത ബന്ധവും കാര്യങ്ങളുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വളരെ ദുഃഖകരമായ ഒരു ഞാൻ സൂചിപ്പിച്ച പോലെ സന്ദർഭത്തിൽ കൂടെയാണ് ആകാശിൻ്റെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. സിജു, അതുപോലെ തന്നെ ആകാശ് എസ് നായരുടെ ഒരു കുടുംബത്തിൻ്റെ ചുറ്റുപാടിനെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നു. 8 വർഷം മുമ്പ് കുവൈറ്റിലേക്ക് ജോലി തേടിപ്പോയ ഒരു യുവാവ് 1.5 വർഷത്തിന് മുമ്പാണ് ഇവിടെ നാട്ടിൽ വന്നത്. ഈ ഓഗസ്റ്റിൽ വരാനിരിക്കുകയായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹാലോചനകളുടെ ഭാഗമായിട്ടാണ് ആഗസ്റ്റിൽ വരാനിരുന്നത്. ആ വാർത്ത, ഈ മരണവാർത്ത കുടുംബത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാകും. വലിയ സുഹൃത്ത് വലയവും ഉണ്ടായിരുന്ന ആളാണ് ആകാശ് എസ് നായർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ മറ്റെന്തെങ്കിലും ഇത് എംബസി അധികൃതരാണ് ഈ മരണവിവരം നാട്ടിൽ വീട്ടുകാരെ അറിയിച്ചെന്നാണ് നേരത്തെ വാർഡ് മെമ്പർ സുജു ടി ബാബുവിനോട് പറയുകയും ചെയ്തത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്ത് ജോലിയായിരുന്നു ആകാശ് എസ് നായർക്കെന്നത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്കതൂടെ ചോദിക്കാമെന്നാണ് ചേട്ടാ. അതോടെ ചോദിക്കാവുന്നൊരു കാര്യമാണ് ചേട്ടാ. ആകാശിന് അവിടെ എന്ത് ജോലിയായിരുന്നു? അവൻ അവിടെ ആ കമ്പനിയിലെ സ്റ്റോർ ഇൻചാർജ് ആയിരുന്നു. അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോർ ഇൻചാർജ് ആയിരുന്നു. സ്റ്റോർ ഇൻചാർജ്.
സിജു അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ ആകാശ് സ്റ്റോർ ഇൻചാർജായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. 8 വർഷമായി ഈ സൂചിപ്പിച്ചുപോലെ തന്നെ ഓഗസ്റ്റിൽ വരാനിരിക്കുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, പരിചയക്കാരൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ ചേട്ടാ ഈ സ്ഥലത്തും അതെ അതെ ഇപ്പോഴാണ് സംഭവം. ഞങ്ങളൊരു 2-2:30 ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അപ്പോഴും എന്താണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറേ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു കുവൈറ്റിൽ, അവരോട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് അവിടെ ഈ പരിക്കേറ്റവരെ ഒരു 3-4 ഹോസ്പിറ്റലിലായിട്ടാണ് കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂട്ടുകാരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ ഈ എല്ലാ ഹോസ്പിറ്റലിലും പോയി. അപ്പോൾ ഈ ഹോസ്പിറ്റലൈസ്ഡായിട്ടല്ല, ഈ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ അവരില്ല. പിന്നെ അവർ ബോഡിയുള്ള സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ അവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. മെയിനായിട്ടുള്ള ആൾക്കാരില്ലാതെ ബോഡിയുള്ള സ്ഥലത്ത് കയറ്റി കാണിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബോഡിയുള്ള സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോഴാണ് ഇപ്പം ഇങ്ങനൊരു മരിച്ചവരുടെ കൂട്ടത്തിൽ ഈ ആകാശ് ശശിധരനാരുണ്ടെന്ന് അറിഞ്ഞത്. ആകാശിൻ്റെ റിലേറ്റീവാണ്, അടുത്ത് തന്നെ താമസിക്കുന്നത്. എൻ്റെ ഒരു അനിൽകുമാർ. എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് എംബസിയിൽ നിന്ന് ഇങ്ങനെ മൃതദേഹം എത്തിക്കുന്നതിനെ പറ്റി അല്ല, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പറയാം, ഓഗസ്റ്റിൽ വരാനിരിക്കുമായിരുന്നു. എങ്ങനെ ഓഗസ്റ്റിൽ വരാനിരിക്കുമായിരുന്നു. അമ്മ അല്ലേ? അമ്മ മാത്രം. ഒരു പെങ്ങളുണ്ട്. പെങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ ചെങ്ങന്നൂരിനടുത്ത് കാരക്കാട്ടെന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അതറിഞ്ഞാണ് ആളുകളെല്ലാം എത്തിയിരിക്കുന്നത്. സിജു, അതുതന്നെയാണ് അദ്ദേഹം അവിടെ സ്റ്റോർ ഇൻചാർജായിട്ട് ജോലി നോക്കുമ്പോഴിടെയാണ് ഇപ്പോൾ ഈ അവിചാരിതമായ ഒരു മരണം സംഭവിക്കുന്നത്. ആദ്യം ആ വീട്ടുകാർക്ക് ചെറിയ വിവരങ്ങൾ ലഭിക്കുന്നു, പിന്നീട് ഇത് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയായിരുന്നു സിജു.